ത്രില്ലേഴ്സ് തെക്കുമുറി ഇക്കുറിയും തങ്ങൾക്കൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹായ്, നമസ്കാരം, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മളിത് പട്ടാമ്പി ഫസ്റ്റ് കാണാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി കുട്ടനാട് ഫെസ്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടാമ്പി ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പകൽ കാഴ്ചകൾ കാണാൻ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അഷ്റഫ് കാരക്കാടിൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്തതാണ്. അതിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നതാണ്. നമ്മൾ അഷ്റഫ് കാരക്കാട്, ഒരു ബിഗ് താങ്ക്സ്. പിന്നെ പ്രാവശ്യത്തെ പട്ടാമ്പി ഫെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ആനയോട്ടവും ചില അടിപിടി കേസുകളും എല്ലാം കൂടി ഒരു വൈബായിരുന്നു പട്ടാമ്പി ഫസ്റ്റ് പ്രാവശ്യം. ആനകൾ പൊതുവെ കുറവാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചിട്ട് ആനകൾ വളരെ കുറവാണ്. നമ്മൾ ഒങ്ങല്ലൂർ ആ ഭാഗം നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ വർഷം ഒരു 10, 12, 14 ആന ഉണ്ടായിരുന്നു. പ്രാവശ്യം 10-ൽ താഴെ ആയിട്ടുണ്ട്, ചുരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആനകൾ വളരെ കുറവാണ്. കൂടിയേറ്റാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പെട്ടിവരവ് വൈകുന്നേരത്തെ ആ ഒരു കാഴ്ചകൾ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അത് കാണാൻ ശ്രമിക്കുക എല്ലാവരും. അതിലാണ് ശരിക്കും അതിൻ്റെ ഒരു പട്ടാമ്പി ഫെസ്റ്റിനൊരു ഫീൽ കിട്ടുന്നൊരു വീഡിയോ അതിലാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ സംസാരിച്ചത് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നമുക്ക് കാഴ്ചകളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലുള്ള നല്ല വീഡിയോസുകൾ നമ്മളുടെ ചാനൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. വിസ്മയം ജനിപ്പിക്കുന്ന വിലക്കുറവിൽ പകിട്ട് ഓർഡർ മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, പട്ടാമ്പി. മണിയറ പുൽകുന്ന മണവാട്ടിയുടെ മന്ദസ്മിതത്തിന്റെ കെട്ടിടങ്ങൾക്ക് മുകളിൽ പലരും
ത്രില്ലേഴ്സ് തെക്കുമുറി ഇക്കുറിയും തങ്ങൾക്കൊരു കോട്ടവും തട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ത്രില്ലേഴ്സ് തെക്കുമുറിയുടെ ചുണക്കുട്ടികളാണ് ഈ ഘോഷയാത്രയിൽ കേന്ദ്ര നേർച്ചാഘോഷ കമ്മിറ്റി ഓഫീസിന് മുൻവശത്ത് കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലാകാരന്മാരെയും അണിനിരത്തിക്കൊണ്ടാണ് ഈ മതമൈത്രി ഘോഷയാത്രയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിയുടെ നേർച്ചയുടെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുന്ന പേര് ജോളി ഗ്യാങ്. ജോളി ഗ്യാങ്ങിന്റെ ചുണക്കുട്ടികൾ മികച്ച ഗജവീരന്മാരെയും മികച്ച ബാൻഡ് വാദ്യവും മികച്ച വസ്ത്ര വിധാനങ്ങളുമായാണ് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.